കൃഷ്ണ ഗുരുവായൂരപ്പ, ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്നൊരു പ്രശസ്തമായ ഗാനം യേശുദാസ് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പോയി കണ്ടിരിക്കുകയാണ് ഗുരുവായൂരമ്പല നടയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജയ ജയ ഹേ, അതേപോലെ അന്താക്ഷരി തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വിപിൻ ദാസ് ആണ് ഗുരുവായൂരമ്പല നടയിൽ എന്ന ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ഈ മൂവിയുടെ ഒരു കാസ്റ്റ് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ്, അതേപോലെ ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ് തുടങ്ങിയ കുറേ പേര് ചേർന്നുകൊണ്ടുള്ള ഒരു മൂവിയാണ് ഇന്ന് ഞാൻ കണ്ട ഈ ഗുരുവായൂരമ്പല നടയിൽ. മൂവിയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് അളിയൻ ബന്ധം, അതാണ് ഈ മൂവിയുടെ ശരിക്കുള്ള ഒരു സംഭവം. ഒരു കല്യാണത്തിരക്കും ആ കല്യാണത്തിൽ ഒരു അളിയനും തമ്മിൽ ഉണ്ടാവുന്ന കുറേ സംസാരവും അവർ തമ്മിലുള്ള കുറേ ചിരിപ്പിക്കുന്നതായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ എനിക്ക് തോന്നിയ ഒരു ഏറ്റവും വലിയൊരു നല്ലൊരു എലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മിക്കവാറും കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇടയ്ക്ക് കേൾക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കല്യാണ ദിവസം അളിയന്മാർ തമ്മിൽ എന്തെങ്കിലും പോരൊക്കെ ഉണ്ടായി അടിയാവുന്നു, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമായാലും അളിയന്മാർ തമ്മിൽ വലിയ പൊരുത്തമില്ലാത്ത ഒരു കുടുംബം. അതാണിപ്പോൾ നമ്മൾ പൊതുവെ കാണുന്ന കുറേ വാർത്തകൾ. പക്ഷേ ഈ മൂവിയിലെന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് നമ്മളെല്ലാവരെയും ഒരു ലാഗും അടുപ്പിക്കാതെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം നമ്മളെ ഫുൾ ടൈം എൻ്റർടൈനിങ് ആക്കിക്കൊണ്ട് ഫുൾ ഹ്യൂമറിലൂടെ ആണ് ഈ മൂവിയുടെ ഒരു ട്രാക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇത് പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് ഡ്രാമ മൂവി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു സംശയം എന്ന് പറയുമ്പോൾ, പൃഥ്വിരാജ് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഹ്യൂമറൊക്കെ നിറഞ്ഞ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ അടുത്തിറങ്ങിയ ആടുജീവിതം പോലുള്ള ഒരു പടങ്ങളിൽ നമ്മൾ ഒരുപാടധികം കരയിപ്പിച്ച പൃഥ്വിരാജ് ഈ പടത്തിലൂടെ നമ്മൾ ഒരുപാടധികം ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് 100% നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും. പൃഥ്വിരാജ് 100% പുള്ളിയുടെ വർക്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഹാപ്പി ആക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ പെർഫോമൻസ്. അതേപോലെ പുള്ളിയുടെ കോമഡി, പൃഥ്വിരാജ് എല്ലാ രീതിയിലും നമ്മളെ ഈ മൂവിയിലൂടെ ഹാപ്പി ആക്കുകയാണ്. അതുമാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായെന്ന് പറയുമ്പോൾ പൃഥ്വിരാജിൻ്റെയും ബേസിൽ ജോസഫിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ടിപ്പിക്കൽ അളിയൻ ബന്ധം കാണിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കാസ്റ്റ് എന്ന് വേണം പറയാൻ. കാരണം ബേസിൽ ജോസഫിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബേസിൽ ജോസഫിൻ്റെ ഒരു മെയിൻ ഏരിയ എന്ന് പറയുമ്പോൾ അതൊരു നാച്ചുറൽ ഹ്യൂമർ ആണ് പുള്ളിയുടെ ഒരു ഏരിയ. അപ്പോൾ ബേസിൽ ജോസഫിന് ആ ഒരു ഹ്യൂമർ നിറഞ്ഞ ഒരു സംഭവം ഈ ഒരു മൂവിയിൽ നന്നായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൃഥ്വിരാജും കൂടെ ചേരുമ്പോൾ ഈ മൂവിയിൽ അത് ബെസ്റ്റായിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എടുത്തു പറയേണ്ടത് ബാക്കിയുള്ള കാസ്റ്റിൻ്റെ കാര്യമായാലും, ഇപ്പോൾ ജഗദീഷ് അഭിനയിക്കുന്നുണ്ട്. ജഗദീഷ് ഈ മൂവിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഇല്ല. എല്ലാ ക്യാരക്ടറിനും ഓരോ കോമഡി എലമെൻറ്റ്സ് നിറച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ജഗദീഷ്, അതേപോലെ ബൈജു, അതേപോലെ സിജുവിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. സിജു സണ്ണി ഇതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫിൻ്റെ ഒരു സുഹൃത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ കോമഡി ഡെലിവറി ചെയ്തുകൊണ്ടും, അതേപോലെ തന്നെ ഒരു ടിപ്പിക്കൽ ഫ്രണ്ടിൻ്റെ ഒരു റോള്, നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ടിനെ നമുക്ക് സിജു സണ്ണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഓൺ ദ സ്പോട്ട് കോമഡീസൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലിക്കാവുന്നുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുമ്പോൾ, എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് സിജു വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു ഓൺ ദ സ്പോട്ട് കോമഡി ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് പറഞ്ഞു തന്നു ആ ഡയലോഗ് എന്ന് പറയുമ്പോൾ, ഇവൻ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആണോ ഡോക്ടറായത് എന്നുള്ളൊരു ഡയലോഗുണ്ട്. ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അധികം ആ ഒരു ഡയലോഗ് നന്നായിട്ട് വർക്കായി. മാത്രമല്ല, ഏറ്റവും എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഓഡിയൻസാണ്. ഓഡിയൻസിൻ്റെ റിയാക്ഷനാണ് എല്ലാ പടത്തിൻ്റെയും വിജയം. അപ്പോൾ എനിക്ക് ഈ പടത്തിൽ കാണാൻ പറ്റിയൊരു ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയൻസ് ആയിരുന്നു. ഒരു സമയം പോലും ലാഗ് അടുപ്പിക്കാതെയോ ആരും ഫോണിലൊന്നും നോക്കിയിരിക്കാതെ ഫുൾ ടൈം സ്ക്രീനിൽ തന്നെ എൻ്റർടൈനിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു മൂവിയാണ് ഈ മൂവി എന്ന് വേണം പറയാൻ. അപ്പോൾ അതുപോലെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ മെയിൻ ഒരു ക്യാമിയോ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട യോഗി ബാബു ഇതിൽ തമിഴ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളം കൂടുതൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അത് വളരെയധികം എൻ്റർടൈനിങ് ആയിട്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പടം മൊത്തത്തിലൊരു ഹ്യൂമർ നിറഞ്ഞൊരു പടമാണ്. അപ്പോൾ
അതിൻ്റെ എലമെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യോഗി ബാബുവെ പോലുള്ളൊരു ആക്ടറിനെ കൊണ്ടുവന്നു. അതൊക്കെ വളരെയധികം എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും വർക്കായെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൂവിയിൽ തുടക്കം മുതൽ അവസാനം വരെ ബോറടിപ്പിക്കുന്ന രീതിയിൽ ഒരു സീനും ഇല്ല. മൊത്തത്തിൽ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ്. ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു 2-3 ട്വിസ്റ്റൊക്കെ ഉണ്ട്. അത് നമ്മൾ തുടങ്ങി ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് കാണാം. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു ട്വിസ്റ്റ് വരും. ഇതെല്ലാം ഈ പടത്തിൻ്റെ ഒരു ഹൈപ്പ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ മൂവിയിൽ ഒരുപാടധികം ഇങ്ങനെ സർപ്രൈസ് നിറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയാണ് ഈ മൂവിയുടെ ഒരു മെയിൻ വിജയത്തിന് കാരണമാവുക. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൂവിയുടെ സൗണ്ട് ട്രാക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു കല്യാണ സമയത്ത് ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് ബേസിൽ ജോസഫിൻ്റെ. അതൊക്കെ വളരെയധികം ഹ്യൂമർ നിറഞ്ഞായിട്ട് എനിക്ക് തോന്നി. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല പാട്ടാണ്, നല്ല ലിറിക്സും എടുത്തു പറയേണ്ട ഉണ്ട്. കാരണം സിറ്റുവേഷൻ അനുസരിച്ചുള്ള ലിറിക്സ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റിയത്. അതൊക്കെ ഈ മൂവിയുടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അല്ലാതെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് വൈസും വളരെയധികം നല്ലൊരു പടമാണ്. കാരണം ഒരു സാധാരണ ഒരു കുടുംബ ജീവിതത്തെ കാണിക്കുന്ന രീതിയിൽ അത് പക്കയായിട്ട് ആ മൂവി അത് അതേപോലെ കാണിച്ചിട്ടുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പല നടയിൽ കുറേ കല്യാണം നടക്കുന്നതും അതിൻ്റെ ഇടയിൽ ഇവരുടെ കുറേ കാര്യങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട്, വളരെ എൻ്റർടൈനിങ് ആയിട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ അവർ എത്തിച്ചിരിക്കുകയാണ് ഈ മൂവിയിലൂടെ. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ മൂവി എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ ഒരു ഫാമിലി എൻ്റർടൈനിങ് പാക്കേജ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണണം എന്ന് തന്നെ ഞാൻ പറയും. ഈ മൂവി ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കില്ല. അത് അത്രയും നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്രയും വേർത്ത് ഇറ്റ് ആണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഗുരുവായൂർ അമ്പല നടയിൽ കാണുക. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനാണ്. കാരണം ആടുജീവിതം പോലുള്ളൊരു മൂവിയിൽ ഒരു നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയ പൃഥ്വിരാജ് നമ്മളെല്ലാവരെയും കരയിപ്പിക്കുകയായിരുന്നു ആ മൂവിയിലൂടെ. എന്നാൽ ടോട്ടലി അത് മാറി, അത് വിട്ട് കഴിഞ്ഞ് ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ ടോട്ടലി നമുക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. കാരണം ആ ഒരു ബോഡി ഷേപ്പിലായാലും പഴയ ആ ഒരു നമ്മളെ എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന, നമ്മളെല്ലാവരെയും കൊതിച്ചിരുന്ന ആ ഒരു പൃഥ്വിരാജിനെ നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ഒരു എൻ്റർടൈനിങ് ആയിട്ട് ഹ്യൂമർ നിറഞ്ഞൊരു പൃഥ്വിരാജിനെ ആണ് നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിക്കുന്നത്. അത് തന്നെ ഈ മൂവിയുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്.